വചനം, ദൈവത്തിന്റെ വചനം, ജീവനുള്ള വചനം, ആത്മാവിൻ നിറവാ വചനസന്ധ്യ, വചനസന്ധ്യ, വചനസന്ധ്യ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനസന്ധിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ജീവന്റെ വചനം ഇങ്ങനെ ഞായറാഴ്ചയുടെ എവെങ്കേലിയം പ്രസ്താവിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. 41-ാം വാക്യം ഇങ്ങനെ ദൈവം നമ്മളോട് സംസാരിക്കുന്നു. മറിയാമിൻ്റെ സമാധാന വചനം കേട്ടപ്പോൾ എലിസബേത്തിന്റെ ഉദരത്തില് കുട്ടി തുള്ളിച്ചാടി എന്ന്. കോണ്ടെക്സ്റ്റ് ഇങ്ങനെയാണ്: മാതാവ് ഗർഭം ധരിച്ച അന്നേ ദിവസം തന്നെ തൻ്റെ അമ്മായിയുടെ വീട്ടിലേക്ക് കടന്നു വരികയും, അമ്മായി 6 മാസം ഗർഭവതിയാണ്. മാതാവിനെ ദൈവത്തെ വഹിച്ചുകൊണ്ട് മാതാവിൻ്റെ ആ പ്രവേശനം, ഉള്ളിൽ ഗുരുവായ 6 മാസം പ്രായമായ കുട്ടി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എന്നാണ് പറയുന്നത്. യേശുവിനെ വഹിക്കുന്ന ഓരോ മനുഷ്യരും ചെല്ലുന്ന വേദികളും നടക്കുന്ന നടപ്പാതകളും കുടുംബങ്ങളും ദേവാലയങ്ങളും പൊതുവേദികളിലും ജോലി സ്ഥലങ്ങളെല്ലാം പ്രകാശം കൊണ്ട് നിറയുകയും സമാധാനവും ശാന്തിയും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന അനുഭവം ഉണ്ടാകുമെന്ന് ദൈവസാക്ഷ്യം നമ്മളോട് സാക്ഷീകരിക്കുകയാണ്. ഇങ്ങനെ ജീവിതത്തിൽ ഫ്ലോറൻസ് നൈറ്റിംഗൽ എന്ന് പറഞ്ഞ പുതിയ ആധുനിക നേഴ്സിന്റെ സ്ഥാപകയാകുന്ന ഫ്ലോറൻസ് നൈറ്റിംഗൽ 19-ാം നൂറ്റാണ്ടിലെ ക്രിമിയൻ വാറില് അനേക ജനതകള് രോഗത്തിലും അല്ലെങ്കിൽ യുദ്ധത്തിലും മുറിവേറ്റ് കിടന്നപ്പോൾ അവിടെ എഴുത്തെല്ലാം രാത്രിയില് ടോർച്ചുമായി കടന്നു എന്ന് അവരുടെ മുറിവ് വെച്ച് കെട്ടി അവരെ ആശ്വസിപ്പിക്കുന്ന, അങ്ങനെ പ്രകാശത്തിന്റെ മകളായി തീർന്ന ഫ്ലോറൻസ് നൈറ്റിംഗൽ എനിക്കും നിങ്ങൾക്കും ഒരു സാക്ഷിയാണ് എന്ന് ഓർപ്പിക്കുകയാണ്. അതേ ആ സ്ത്രീയെ പറ്റി പറയുന്നത്, അവർ ചെല്ലുന്ന ഓരോ വേദികളിലും ഒന്നും ചെയ്യാതെ തന്നെ ദുഃഖിതമായ മനുഷ്യൻ സന്തോഷിക്കുന്നു എന്നാണ്. മദർ തെരേസയെ പറ്റി അത് തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. യാതൊന്നും ചെയ്യാതെ മദർ തെരേസ കടന്നുപോയ ആശുപത്രികളും അനാഥശാലകളും പണിശാലകളും ദേവാലയങ്ങളെല്ലാം കടന്നു ചെല്ലുമ്പോൾ തന്നെ അത് വൈബായി തീരുകയും പ്രകാശപൂർണമായി തീരുകയും അവിടെ നിൽക്കുന്ന മനുഷ്യരെല്ലാം ശാന്തിയും സമാധാനവും സന്തോഷവും ആസ്വദിച്ചതായി ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ യേശുവിനെ ഉപയോഗിച്ച മാതാവ് എലിസബേത്തിന്റെ ഭവനത്തിൽ കടന്നു ചെല്ലപ്പോൾ 6 മാസം ഗർഭത്തിലുള്ള കുട്ടി പോലും സന്തോഷിക്കുന്ന ഇടവന്നുവെങ്കിൽ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിലെല്ലാം മ്ലാനപരമായ ജീവിതം മാറ്റുവാൻ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് ഞാനും നിങ്ങളും എഴുന്നേൽക്കുന്ന സമയം മുതൽ കിടക്കുന്ന സമയം വരെ യേശുവിൻ്റെ വാഹകരായി തീർന്ന് കാണുന്ന വേദികളെല്ലാം പ്രകാശപൂർണമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തലവടയ്ക്ക് പ്രാർത്ഥിക്കാം. യേശു എന്ന ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്നെ വഹിച്ചതായ നിന്റെ അമ്മ കടന്നു ചെന്നപ്പോൾ ഗർഭത്തിലുള്ള കുട്ടി പോലും സന്തോഷിച്ചുവെങ്കിൽ ഞങ്ങളുടെ എല്ലാ ജീവിതം നിന്നെ സ്വീകരിച്ചതായ മക്കളെല്ലാം ചെല്ലുന്ന ദേവാലയങ്ങളും കുടുംബങ്ങളും ജോലി സ്ഥലങ്ങളും അതുപോലെയുള്ള എല്ലാ മേഖലകളും നാഥ പ്രകാശപൂർണമായി തീരട്ടെ. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജനസന്ധ്യ.